ഹാരിസ് മദനി ഉഷാറായി മറുപടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹാരിസ് മദനിയുടെ ശിഷ്യഗണങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഞാൻ വീഡിയോ കണ്ടു. ഹാരിസ് മദനിയുടെ വീഡിയോ 2 തവണ കണ്ടു. പിന്നെ അത് ഇപ്പോൾ നമ്മൾ ലൈവിന് വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി 1 തവണ വീണ്ടും കണ്ടു. അപ്പോൾ അതുകൊണ്ട് വളരെ വിശദമായി തന്നെ ഹാരിസ് മദനിയുടെ വീഡിയോ കണ്ടു. ഇതെന്താണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എന്തായാലും അദ്ദേഹത്തിന് ആ മറുപടിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആ മറുപടിക്ക് ഞാൻ വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, മർക്കസീയ മറുപടി എന്നാണ്. അത് ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഈ മർക്കസീയ മറുപടി എന്ന്. അങ്ങനെയുള്ള ചില പദങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. മർക്കസീയ മറുപടി എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനിടയിലുള്ള സുന്നി മുജാഹിദ് തുടങ്ങിയിട്ടുള്ള സംഘടനാ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ AP വിഭാഗം സുന്നികളുടെ ചില പ്രത്യേക പ്രകടനങ്ങളുണ്ട്, ചില ചെപ്പടി വിദ്യകളുണ്ട്. ഒരു വിഷയത്തിൽ വാദപ്രതിവാദമോ സംവാദമോ ഒരാൾക്ക് ആശയപരമായിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അവര് പ്രയോഗിക്കുന്ന ഒരു തന്ത്രം ഉണ്ട്. ആ തന്ത്രത്തിനെയാണ് നമ്മൾ അത്തരം തന്ത്രങ്ങളിലൂടെ മറുപടി പറയുന്നു എന്ന വ്യാജേന ഈ കാന്തബുദ്ധികളുടെ കയ്യടി മാത്രം പ്രതീക്ഷിച്ച് മറുപടി പറഞ്ഞ് തടി സലാമത്താക്കുന്ന ഏർപ്പാടിനെയാണ് നമ്മൾ മർക്കസീയ മറുപടി എന്ന് പറയാം. അറിയാത്ത ആളുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. മർക്കസീയ മറുപടിയാണ്. അപ്പൊ എന്താണ് മർക്കസീയ മറുപടി എന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടി ഒരു ചെറിയ ഉദാഹരണം, ഹാരിസ് മദനിയുടെ മറുപടിയിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറിയ ഭാഗം ആദ്യം ആ ഒരു ഉദാഹരണം ഒന്ന് കണ്ടിട്ട് മർക്കസീയ മറുപടി എന്താണ് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ട് വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഹാരിസ് മദനിക്ക് സമയം ഉണ്ടാവില്ല ഇത് കാണാൻ. എന്തായാലും ആ മറുപടി അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും. എന്തായാലും നമുക്ക് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണാം ഇപ്പോൾ. എന്ന് മാത്രമല്ല, ഉസ്താദുമാർ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുകയാണെങ്കിലും മുമ്പൊക്കെ അവരെ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പൊ അവരോട് ബഹുമാനം കൂടിയത് കൊണ്ട് കൈകാര്യം ചെയ്യൽ പോലുമില്ല. പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ. പക്ഷേ പണ്ഡിതന്മാരോട് പ്രത്യേകമായിട്ടുള്ള ബഹുമാനം ഇപ്പൊ ഏർപ്പെടുത്തിയതുകൊണ്ട് ആ പെരുമാറൽ പോലും നടക്കുന്നില്ല. അപ്പൊ പെരുമാറൽ പോലും ഇപ്പൊ നടക്കുന്നില്ല. പണ്ഡിതന്മാരോട് പ്രത്യേക ബഹുമാനം ഏർപ്പെടുത്തി എന്നാണ് മൂപ്പര് പറയുന്നത്. പക്ഷെ മൂപ്പര് പറയുന്നത് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പെരുമാറ്റം ഉണ്ടായിരുന്നു, ഇപ്പൊ പെരുമാറലില്ല എന്നാണ്. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം മൂപ്പര് പറയുന്നത് ആൾക്കാർ പെരുമാറുന്നതിനെ കുറിച്ചാണ്. ഒരൊറ്റ സെക്കൻഡിൽ ആദ്യം പറഞ്ഞതിന്റെ നേരെ വിപരീതം പിന്നെ പറയുകയാണ്. അന്തം വേണ്ടേ? അതെ, അന്തം വേണ്ടേ, വിവരം വേണ്ടേ? വിവരക്കേട് പറഞ്ഞാൽ എന്താ ചെയ്യാ? വിഡ്ഢികളോട് എങ്ങനെ മറുപടി പറയാ? ഇതിങ്ങനെ പുട്ടിൽ പീരിടുന്ന പോലെ ഇവരിടും. ഓക്കെ, അത് അവരുടെ ആത്മവിശ്വാസ കുറവ്. വേറെ ഇനിയിപ്പോ നമ്മളൊന്നും പറയണ്ട. ഇനി എന്താണ് ഞാൻ നേരെ തിരിച്ച് പറഞ്ഞത് ഒന്ന് കേട്ടോളി. പലയിടത്തും പീഡനത്തിനിരയാകുന്ന കുട്ടികളെ കേസിൽ നിന്ന് ഉസ്താദുമാരെ രക്ഷിക്കുകയും കമ്മിറ്റി ഉസ്താദിനെ ഒന്ന് കൈകാര്യം ചെയ്യുകയും 4 പിടപെടക്കുകയും ചെയ്ത് അവിടെ നിന്ന് ഉസ്താദിനെ തടി സലാമത്താക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? തൊട്ടു മുമ്പ് പറഞ്ഞത് പ്രത്യേക ബഹുമാനമൊക്കെ ഏർപ്പെടുത്തിയത് കൊണ്ട് കൈകാര്യം ചെയ്യലില്ല എന്ന്. എന്നാൽ ഉടനെ പറഞ്ഞത് കമ്മിറ്റിക്കാർ കൈകാര്യം ചെയ്യുന്നു, 4 പെടയൊക്കെ പടച്ച് ഉസ്താദിനെ സലാമത്താക്കി വിടുന്നു എന്നാണ്. ഇതാണ് മർക്കസീയ മറുപടിയുടെ ഒരു ഏകദേശ ചിത്രം. നോക്കൂ, ഏത് വിഷയത്തിലായിരുന്നു ഹാരിസ് മദനി വീഡിയോ ചെയ്തത്? എന്തായിരുന്നു ഞാൻ അതിന് കൊടുത്ത മറുപടി? ആ മറുപടിയുടെ കോർ എന്തായിരുന്നു? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ എന്റെ വീഡിയോ കേൾക്കാതെ ഹാരിസ് മദനിയുടെ വീഡിയോ മാത്രം കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു അക്ബർ എന്ന് വിളിക്കാൻ അത് മതി. ഹാരിസ് മദനി ഇതാ ലിയാഖത്തിന് മലർത്തിയടിച്ചു എന്ന് പറയാൻ അത് മതി. തക്ബീർ വിളിയും കിട്ടും. കാന്തക്കുട്ടികൾ ഹാപ്പി, AP കുട്ടികൾ ഹാപ്പി, ഹാരിസ് മദനിക്ക് സമാധാനം. എന്താ ഞാൻ പറഞ്ഞത്? പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെ ഉസ്താദുമാരെ പെരുമാറുന്ന പരിപാടി നടക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണം എന്താണെന്ന് ഉസ്താദ് ഈ വീഡിയോയുടെ അവസാനം യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ ഇദ്ദേഹം ഇത് പറയുന്ന ഭാഗത്ത് നമുക്കത് പരിശോധിക്കാം. ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് മറുപടി പോകാതെ, കാര്യമായ വിഷയത്തിലേക്കൊന്നും തൊടാതെ, ഉരുണ്ടുമറിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരു കൊക്കും കോണും വേറൊരു ഭാഗത്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗം കൂടിയും ചേർത്ത് വെച്ച് കണ്ടില്ലേ മറുപടി പറഞ്ഞു, മലർത്തിയടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ ആനന്ദം മുഖത്ത് കാണിച്ച് രക്ഷപ്പെടും. ഇതാണ് മർക്കസീയ മറുപടിയുടെ ഒരു മുഖമുദ്ര. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതേ നിലവാരം നിങ്ങൾ ഈ വീഡിയോയിൽ എനിക്ക് അദ്ദേഹം മറുപടി ഇറക്കിയിട്ടുള്ള ഈ വീഡിയോയിൽ മുഴുവൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ മറുപടിയിൽ പ്രധാനമായിട്ട് 4 എലമെന്റാണ് ഉണ്ടാവുക. ഒന്ന് വൈക്കോലായിരിക്കും, രണ്ടാമത്തത് കോട്ടിമാട്ടൽ എന്ന് പറയും. കോട്ടിമാട്ടൽ ഇപ്പോൾ നിങ്ങൾ കണ്ടത്, ഇതിനേക്കാളും ഭീകരമായ കോട്ടിമാട്ടലുകളുണ്ട്, അത് തിരിച്ചു വരും. മൂന്നാമത്തത് എന്താ പറയുക, ഉരുണ്ടു മറിച്ചിലായിരിക്കും. ചോദിച്ച ചോദ്യത്തിന് അപ്പുറം നമ്മൾ അക്ബർ സാഹിബിലായി അതും ഉപയോഗിക്കും. 4മത്തെ ഒരു പ്രശ്നം, നമ്മൾ പറഞ്ഞത് എന്താണെന്ന് തിരിയായുക. നമ്മൾ എന്താണ് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. പറഞ്ഞ കാര്യം ഒന്നുകിൽ മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കും. ഈ 4 രീതിയിലാണ് ഇവരുടെ മറുപടികൾ സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇനി ഞാൻ ഇതൊരു മുൻവിധിയോടെ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനൊരു 2-3 തവണ വീഡിയോ കേട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടേതായ രീതിയിൽ കേട്ട് വിലയിരുത്തി അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാം. അപ്പോൾ തുടക്കം തന്നെ എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്കുള്ള വീഡിയോയുടെ മറുപടി തുടങ്ങുന്നത് എന്ന് നമുക്ക് അവിടെ മുതൽ നിങ്ങൾക്ക് ഈ 4 എലമെന്റും ഇതിനകത്ത് കാണാൻ പറ്റും. അതിലേതാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞ മറുപടിയുടെ ഭാഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളത് കമന്റ് എഴുതിക്കോ. എന്റെ ലിയാഖത്തെ അങ്ങനെ ആരെങ്കിലും ഒരു കുറ്റം ചെയ്താൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? അതുകൊണ്ട് ചില സ്ഥലത്ത് ആളുകൾ കൈകാര്യം ചെയ്യില്ല. എന്നാലോ ചില സ്ഥലത്ത് ആളുകൾ പെട്ടെന്നുള്ള ആ ദേഷ്യത്തിനും വെറുപ്പിനും അടിക്കാറുമുണ്ട് ഉസ്താദുമാരെ. അതൊക്കെ സാധാരണ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കി ഒരു പീസ് അവിടെ കിടന്നതാണ്. അപ്പൊ നിങ്ങൾ കേട്ടു. അപ്പൊ ഞാനും അത്ര തന്നെ പറഞ്ഞോളൂ. ഇപ്പൊ പണ്ടത്തെ പോലെ കൈകാര്യങ്ങൾ നടക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ്
ഉസ്താദുമാർ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ പെടുമ്പോൾ ആ പ്രശ്നങ്ങൾ പുറം ലോകം അറിയുന്നതിനും അല്ലെങ്കിൽ ഇത് ചർച്ചയാവുന്നതിനും അതുവഴി ഇസ്ലാമിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി നൈസിൽ ഒതുക്കി തീർത്ത് സലാമത്താക്കുന്ന പരിപാടി നടക്കുന്നുണ്ട്. അടി കൊടുത്തിട്ട് നടക്കുന്നുണ്ട്, കൊടുക്കാതെ നടക്കുന്നുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ഇതിനെയാണ് കോട്ടിമാട്ട എന്ന് പറഞ്ഞിട്ട്. കോട്ടിമാട്ടൽ എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാർ ഇപ്പൊ ഈ സുന്നി മുജാഹിദ് തർക്കം, പ്രത്യേകിച്ച് AP സുന്നി മുജാഹിദ് തർക്കം, സംവാദം, വാദപ്രതിവാദം ഒന്നും കേൾക്കാത്തതിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക്. അത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് കോട്ടിമാട്ടലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. എനിക്കുള്ള മറുപടിയാണ്. ഒന്നാമത്തെ വായ തുറക്കുന്നത് തന്നെ ഈ 4-ൽ ഏതോ ഒരു കാര്യം പറയാനായിരിക്കും. കേട്ടോളി. ലിയാഖത്ത് എന്നെ മതത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഹാരിസ് മദനി മതം ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മൂപ്പർക്ക് വല്ലാത്ത പൂതി ഉണ്ടാകും നമ്മളൊക്കെ ഒന്ന് മതം ഉപേക്ഷിച്ച് കിട്ടണമെന്ന്. അതിനുവേണ്ടി ഇവർ എത്രയോ നാളായി പണിയെടുക്കുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും പ്രയോജനമില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം മൂപ്പർ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തു ആഗ്രഹിക്കാമല്ലോ. നോക്കൂ, ഒരു 30 സെക്കൻഡിനകത്ത് എത്ര കളവ് പറഞ്ഞു. ഇതിനകത്ത് വിവരക്കേടുണ്ട്, കോട്ടിമാട്ടലുണ്ട്, അതേപോലെ തന്നെ കൃത്യമായ കളവുണ്ട്. അദ്ദേഹം ആദ്യം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ മതത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇല്ല. പിന്നെ പറയുന്നത് അദ്ദേഹം മതം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് കുറെ കാലമായിട്ട് ഞാൻ അദ്ദേഹത്തെ മതത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അദ്ദേഹം മതത്തിൽ നിന്ന് പുറത്തു കടന്നു എന്നോ അദ്ദേഹം മതത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ പുറത്താക്കിയെന്നോ ഹാരിസ് മദനി മതം ഉപേക്ഷിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണോ ഞാൻ മതവിമർശനം നടത്തുന്നത്? അപ്പോൾ ഇത്രയും ലളിതമായിട്ടാണ് ഇവർ നുണ പറയാം. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നതായിട്ടും എൻ്റെ ആഗ്രഹമായിട്ടും, എൻ്റെ ആഗ്രഹമൊക്കെ എന്നെക്കാളും നന്നായിട്ട് ഹാരിസ് മദനിക്കാണ് അറിയാം. ഞാൻ മതം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, മതം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളുമാണ് മൂപ്പര് പിന്നാലെ പറയാൻ പോകുന്നത്. മതം ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിന് ഏതർത്ഥത്തിലാണ് ഞാൻ ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മനസ്സിലാക്കലിലേക്ക് എത്തിയത് എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ അതിനകത്ത് അദ്ദേഹം കേൾപ്പിക്കുന്ന ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഹാരിസ് മദനി മതം കൈവിട്ടു, മതം ഉപേക്ഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഹാരിസ് മദനി മതം ഉപേക്ഷിക്കാനായിട്ട് കണ്ടെത്തിയ കാരണങ്ങൾ എന്ന രീതിയിലാണ് ഞാൻ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് പറയാൻ തുടങ്ങിയാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ നമുക്കതൊന്ന് കേൾക്കാം. എന്തായാലും ഇദ്ദേഹം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഈ കളവൊക്കെ പറയുന്നത്, കാണാതെ അല്ല പറയുന്നത്. കാരണം അദ്ദേഹം ആ വീഡിയോ കണ്ടു എന്നും ആ വീഡിയോ മുഴുവനായിട്ട് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നും ഞാൻ പറയുന്നുണ്ട്. ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി എന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും എന്ന് പറയുമ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. സത്യത്തിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തെങ്കിലും ഒരു അന്തമുണ്ടായിരുന്നെങ്കിൽ ലിയാഖത്ത് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്നാണ്. അത്ര വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്. ഇതാണ് മറുപടി. അദ്ദേഹം അത് മുഴുവനായിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ലിയാഖത്തിന് ഒട്ടും അന്തമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്നാണ്. അത്രയും മനസ്സിലായല്ലോ. ഇനി അദ്ദേഹം അത് മുഴുവനായിട്ട് കണ്ടിട്ട് അദ്ദേഹം ഇപ്പൊ മറുപടി പറയാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്താണെന്ന് കൂടി കേൾക്കാം. കാരണം വലിയ വീഡിയോ ആണ്, 50 മിനിറ്റിലധികം ദൈർഘ്യമുള്ള വീഡിയോ. മുഴുവനായിട്ട് കാണാൻ സമയമില്ല, മുഴുവനായിട്ടും മറുപടി പറയേണ്ടതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അതിന് സമയമില്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ 59 മിനിറ്റോളം അദ്ദേഹം സംസാരിക്കുന്ന ഓരോ വാക്കുകളും എടുത്തെടുത്ത് മറുപടി പറയാൻ മാത്രമുണ്ട്. അത്രമാത്രം വിഡ്ഢിത്തരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, 59 മിനിറ്റ് നേരമൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി എടുത്ത് മറുപടി പറയാൻ കഴിയില്ലല്ലോ. വീഡിയോ അപ്പോൾ എത്രയോ ദൈർഘ്യമുണ്ടാകും, അത് പ്രയാസമല്ലേ? അതെ, അതായത് 59 മിനിറ്റോളമുള്ള വീഡിയോകളൊക്കെ പറയുന്നൊക്കെ മണ്ടത്തരാണ്. അതൊക്കെ ഓരോന്ന് മിനിറ്റും എടുത്തെടുത്ത് മറുപടി പറയേണ്ടതുണ്ട്. അല്ല എൻ്റെ ഹാരിസ് മദനി വിഡ്ഢിത്തരങ്ങൾ കേട്ടിട്ട് അതിന് മറുപടി പറയലാണോ നിങ്ങളെ പണി? അതോ പറയുന്ന കാര്യങ്ങൾ മറുപടി പറയാൻ മാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉൾവിളി ഉണ്ടാവുന്നതാണോ? എന്നിട്ട് സമയമുള്ള സമയത്ത് ഇപ്പൊ 59 മിനിറ്റ് കണ്ടിട്ട് അത് മുഴുവനായിട്ട് മറുപടി പറയാൻ അദ്ദേഹത്തിന് സമയമില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യനല്ലേ, പല പണികളുണ്ടാവും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ 59 മിനിറ്റ് വീഡിയോ കണ്ടതിന് ശേഷം അതിൽ ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുത്തിട്ട് അത് പ്രത്യേകമായിട്ട് ക്രോഡീകരിച്ചിട്ടാണ് ഇന്നത്തെ മറുപടി. ഇന്നത്തെ വിരുന്ന് ഉഷാറായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹം പറയുന്നത് കേട്ടോളി. അതുകൊണ്ട് ലിയാഖത്തിന്റെ വളരെ കടഞ്ഞെടുത്ത വിവരക്കേടുകളിൽ ചിലത് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഹാരിസ് മദനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയിലെ തെരഞ്ഞെടുത്ത വിവരക്കേടുകൾ ആണ് പിന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് ഇദ്ദേഹം ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത്, അദ്ദേഹം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായത് എന്തായിരുന്നു? അദ്ദേഹം മതം ഉപേക്ഷിച്ചു. അദ്ദേഹം മതം ഉപേക്ഷിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ എണ്ണി പറയുന്നു. ഞാൻ അത് ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പൊ ഹാരിസ് മദനി മതം ഉപേക്ഷിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചു. ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിന് മനസ്സിലായത്. ഇനി ഞാൻ ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് അതിന്റെ ഒരു 1-2 മിനിറ്റ് ഒന്ന് കേൾക്കാം. കാരണം എൻ്റെ വീഡിയോ കേൾക്കാതെ ഹാരിസ് മദനിയുടെ വീഡിയോ കേട്ടിട്ട് ഇപ്പോൾ ഇവിടെ കമന്റ് എഴുതാൻ വന്ന ചില ആളുകൾക്കും അല്ലെങ്കിൽ ഈ വീഡിയോ പിന്നീട് കാണുന്ന ആളുകൾക്കും ഉപകാരപ്പെടാൻ വേണ്ടി ആ വീഡിയോയിൽ ഞാൻ എന്താണ് ആ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നും ഞാൻ ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞതെന്നും ചെറുങ്ങനെ ഒന്ന് കേട്ടോളി. എന്തൊക്കെയാണ് ആ ക്രിയാത്മകമായ ഇടപെടലുകൾ? അത് ഹാരിസ് മദനി പറയും. അതിനു മുൻപ് ഇവിടെ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ധാർമ്മികത പഠിപ്പിക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന കുട്ടികൾ അതേ ഇസ്ലാമിക ധാർമ്മികത പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ അധ്യാപകരാൽ ചൂഷണം ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നതിൽ നിന്നാണ് മതപരമായ മൂല്യങ്ങളിലൂടെ ഈ പ്രശ്നത്തെ തടയാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് ഹാരിസ് മദനി എത്തിയിട്ടുള്ളത് എന്നതാണ്
പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹാരിസ് മദനി മതം ഉപേക്ഷിച്ചു എന്ന് സംശയിക്കുന്നത്. ഹാരിസ് മദനി ഈ പ്രശ്നത്തിൽ മതപരമായ പരിഹാരം സാധ്യമല്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹാരിസ് മദനിക്ക് ഇപ്പൊ അങ്ങനെ നിലപാടെടുക്കേണ്ടി വരുന്നത്? നിങ്ങൾ ഇസ്ലാമായ മതി, ഇവിടെ വ്യഭിചാരം നടക്കൂല, പലിശ നടക്കൂല, ഇവിടെ കള്ളു കുടിക്കൂല, പെണ്ണ് പിടിക്കൂല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മതം വിടുന്നത്, മതം ഉപേക്ഷിച്ചാൽ ആകെ കുത്തഴിഞ്ഞു പോകും, കുത്തഴിഞ്ഞ ലൈംഗികത, എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു ഹാരിസ് മദനി നിങ്ങൾക്ക്, എന്തൊക്കെ അവകാശവാദങ്ങളായിരുന്നു നിങ്ങൾക്ക്? ഒരാൾ ഇസ്ലാം ആകുന്നതോടുകൂടി അയാൾ മാന്യനാകും എന്ന് നിങ്ങൾ വിചാരിച്ചു, നിങ്ങൾ അവകാശപ്പെട്ടു, നിങ്ങൾ വാദിച്ചു. എന്നിട്ട് ആ ഇസ്ലാമിക ധാർമ്മികത പഠിപ്പിക്കാൻ കെട്ടിയുണ്ടാക്കിയ പള്ളിയിൽ അവിടത്തേക്ക് വരിസംഖ്യയും ആ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്ന വീട്ടിൽ നിന്ന് ഉമ്മമാര് ചെലവിന് ചോറുണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ നിന്ന് ആ ഉമ്മമാരുടെ മക്കളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത് അറസ്റ്റിലാകുന്ന മൂല്യമാരെയും വെച്ചുകൊണ്ട് മദ്രസാ സ്ഥാപനങ്ങൾ നടത്തുന്ന നെറികേട്, വൃത്തികേട്, ഗതികേട് നാട്ടുകാർ മൊത്തം പറയാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, വാർത്തകളിൽ നിറഞ്ഞു വരുന്നു. ഇനിയും നമ്മൾ മിണ്ടാണ്ടെന്നാൽ സംഗതി കൈവിട്ടു പോകും എന്ന തിരിച്ചറിവ് എന്തിന്റെ പേരിലാണെങ്കിലും ഹാരിസ് മദനി മതപരമായ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഉസ്താദിന് മനസ്സിലായി. ഇതാണ് ഞാൻ പറഞ്ഞത്. മദ്രസകളിൽ പീഡനങ്ങൾ പെരുകുന്നു, വാർത്തകൾ പെരുകുന്നു, നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരം സംഭവങ്ങൾ അധികരിച്ചു വരുന്നു. അതുകൊണ്ട് ഇതിനെതിരെ ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവണം. അത് മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് നമ്മൾ ക്രിയാത്മകമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹാരിസ് മദനി വീഡിയോ ചെയ്തത്. ആ ക്രിയാത്മകമായ നടപടികളിൽ എവിടെയും ഇവർ തള്ളിമറിച്ചിരുന്നത് പോലെ ഇസ്ലാമികമായ ഒരു പരിഹാരമല്ല നിർദ്ദേശിക്കപ്പെട്ട് കണ്ടത്. ക്രിയാത്മകമായ പരിഹാരങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഒന്നുകൂടി പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു മതപാഠശാലയിൽ മതസമൂഹത്തിലെ കുട്ടികൾ നേരിടുന്ന ഒരു ഭൗതിക പ്രശ്നത്തിന് മതം എന്ന എല്ലാത്തിനുമുള്ള പരിഹാരം കൊണ്ട്, ഏറ്റവും മികച്ച ധാർമ്മിക പദ്ധതി കൊണ്ട്, അതിന്റെ കാവലാളുമാരെ കൊണ്ട് മതത്തിന്റെ അണികളായ വിശ്വാസികളായ പിഞ്ചു കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ ഭൗതികമായ സങ്കേതങ്ങളെയും ശാസ്ത്രീയമായ സങ്കേതങ്ങളെയും ഭൗതികമായ രീതിശാസ്ത്രത്തെയും മനുഷ്യൻ നിർമ്മിച്ചെടുത്ത മാർഗങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികളെ, മദ്രസയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ മദ്രസയിലെ ഉസ്താദുമാർ, ഇസ്ലാമിക ധാർമ്മികത പഠിപ്പിക്കുന്ന ഉസ്താദുമാർ പീഡിപ്പിക്കുന്നതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കണം എന്ന് ഹാരിസ് മദനി നിലപാട് പറയുന്നു. ആ വിഷയത്തിൽ മതത്തെ ഹാരിസ് മദനി കൈവിടുന്നു. ഈ പ്രശ്ന പരിഹാരത്തിന് മതം കൊണ്ട് കഴിയില്ല, മതത്തിൽ അതിന് പരിഹാരമില്ല, മതത്തിൽ അതിന് മാർഗമില്ല എന്ന് ഹാരിസ് മദനി തുറന്ന് സമ്മതിക്കുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അതിൽ ഈ വീഡിയോയിൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം കേൾക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹാരിസ് മദനി ഈ വിഷയത്തിൽ ഹാരിസ് മദനി മതം ഉപേക്ഷിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലാതെ ഹാരിസ് മദനി മതം വിട്ടെങ്കിൽ ഞാൻ 101 യാസീനോദാം, 313 ഖത്തം തീർക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. കുറെ കാലമായില്ലേ പഠിച്ചോനെ ഹാരിസ് മദനി മതം വിട്ടെങ്കിൽ എന്ന് പ്രാർത്ഥിച്ച് നടത്തിട്ട് തീർച്ചയായിട്ടും തീർക്കായിരുന്നോ ഞാൻ ചെയ്തത്? ആണോ? ഹാരിസ് മദനി മതം വിട്ടതിന്റെ കാരണമാണോ ഞാൻ പറഞ്ഞത്? എണ്ണി പറഞ്ഞത്. ഹാരിസ് മദനി ഈ വിഷയത്തിൽ മതപരമായ ധാർമ്മിക കൊണ്ട് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയും ഭൗതിക പരിഹാരം തേടുകയും ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഹാരിസ് മദനി പറഞ്ഞതിന് മറുപടിയാണ് പറഞ്ഞത്. എവിടുക്ക കോട്ടിമാട്ടലൊക്കെ അങ്ങ് നടക്കും. ഹുസൈൻ സലഫിയുടെ അടുത്തും അനസ് മൗലവിയുടെ അടുത്തും അതേപോലെ തന്നെ നിങ്ങളെ പണ്ട് മരിച്ചുപോയ സക്കരിയ സലാഹിന്റെ വീഡിയോ ക്ലിപ്പ് മുറിച്ചിട്ടൊക്കെ കോട്ടിമാട്ട്. നിങ്ങൾ പറഞ്ഞില്ല 59 മിനിറ്റ് മറുപടി പറയാൻ നിങ്ങൾക്ക് സമയം കിട്ടൂല, കേട്ടിട്ട് തെരഞ്ഞെടുത്ത മൊഴിമുത്തുകൾ പറയാന്ന്. എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, കേട്ടിരിക്കുന്നവർക്ക് സമയമുണ്ട്. നിങ്ങൾ പറഞ്ഞുകൂട്, എണ്ണി മറുപടി പറയും. അത് നിങ്ങൾ ചെയ്ത പോലെ ആദ്യത്തെ 5 സെക്കൻഡിൽ ഒരു പീസും പിന്നെ 53ാമത്തെ മിനിറ്റിൽ പോയിട്ട് ഒരു 3 സെക്കൻഡും ഇങ്ങനെ വെട്ടിമുറിച്ച് കോട്ടിമാട്ടിയിട്ടല്ല, കൃത്യം ഈ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ പൂർണ്ണമായും എടുത്തുകൊണ്ടാണ് മറുപടി പറയുന്നത്. എന്ന് പറഞ്ഞാൽ വീഡിയോന്റെ ഏകദേശം പൂർണ്ണ രൂപം. അതിൽ നിങ്ങളുടെ ഒരു വെല്ലുവിളി ഉണ്ട്, യമണ്ടൻ വെല്ലുവിളി, അതും ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് സമയമുണ്ട് കേട്ടോ. എന്തായാലും ലിയാഖത്ത് മുസ്ലിം സമുദായത്തോട് ചെറിയൊരു ഔദാര്യം കാണിച്ചിട്ടുണ്ട്. ആ ഔദാര്യത്തിന് നമുക്ക് നന്ദിയുമുണ്ട്. എന്താണ് ആ ഔദാര്യം? ഞാൻ സാധാരണഗതിയിൽ മതത്തെയാണ് വിമർശിക്കാറുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ കുറ്റം അല്ലെങ്കിൽ പ്രതി മതസമുദായമാണ് എന്നാണ് പറയുന്നത്. അതിൽ മതം പ്രതിയല്ല എന്ന് പറഞ്ഞു വെക്കാണ്. സമാധാനമായി. ഈ വിഷയത്തിലെങ്കിലും മൂപ്പര് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. എന്നാലോ മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്, മുസ്ലിം സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പീഡനങ്ങൾ മദ്രസകളിലൊക്കെ വർദ്ധിക്കാനുള്ളതിന്റെ കാരണം ഇസ്ലാം മതമല്ല. ഇസ്ലാമിക ആശയം ഇത്തരത്തിലുള്ള പീഡനങ്ങളെയും സ്വവർഗരതികളെയും ഒക്കെ ശക്തമായി എതിർത്തിട്ടുണ്ട് എന്ന് മൂപ്പര് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അത് ഹാരിസ് മദനിക്ക് എന്നെ കുറിച്ചുള്ള മുൻധാരണയുടെ പ്രശ്നമാണ്. കാരണം ഹാരിസ് മദനി വിചാരിക്കുന്നത് ഞാൻ എന്ത് കിട്ടിയാലും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് അത് മാത്രം പറയുന്ന ഒരാളാണെന്ന്. അല്ല, ഇസ്ലാമിലെ സാധാരണ ഏത് മതങ്ങളിലും ഏത് മതസമൂഹങ്ങളിലും ഏത് നിയമസംഹിതകളിലും ഏത് കാലത്തെ ഗോത്ര നിയമത്തിലും എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാവും, സ്വാഭാവികല്ലേ. ഉള്ള നന്മകൾ ഉണ്ട് എന്ന് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? ഇസ്ലാമിന്റെ കുറവുകളും ഇസ്ലാമിന്റെ പോരായ്മകളും ഇസ്ലാമിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരങ്ങളും ഒക്കെ പറയാൻ എത്രയോ ഉണ്ട്, ഉള്ളത് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇസ്ലാമിൽ സ്വവർഗ ലൈംഗികതയൊക്കെ ശിക്ഷാർഹമായ കുറ്റമാണ് എന്നതിന് വലിയ പോരിശയായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൽ മതമല്ല കുറ്റക്കാർ, മതസമൂഹമാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് ഞാൻ പറയുന്നു. അത് ഈ വിഷയത്തിലല്ല, നിരവധി വിഷയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഹാരിസ് മദനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. മനസ്സിലാവണല്ലോ, ഹാരിസ് മദനിക്ക് ഇത് മനസ്സിലാവണല്ലോ. കാരണം ഞാൻ പറയുന്നില്ല. അതായത് ഞാൻ എൻ്റെ മതവിമർശനം നടത്തുന്നത് അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ വശങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്.
ഇസ്ലാമിന്റെ മതപരമായ ഒരു വിഷയം, അത് ആ മതസമൂഹത്തിലുള്ള മനുഷ്യരെ സാമൂഹികമായിട്ട് എങ്ങനെ ബാധിക്കുന്നു, അവരുടെ സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അത് അവരെ എങ്ങനെ ബാധിക്കുന്നു, രാഷ്ട്രീയമായിട്ട് അതൊരു പൊതു രാഷ്ട്രീയ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, ഈ വിഷയങ്ങളിലുള്ള മതത്തിന്റെ നിലപാടുകളുടെ ശരിതെറ്റുകൾ അത് മാനവികമാണോ, ജനാധിപത്യപരമാണോ, ജനാധിപത്യ വിരുദ്ധമാണോ, അസഹിഷ്ണുതയാണോ, സ്ത്രീ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കും. മനുഷ്യത്വ വിരുദ്ധമായതിന് മനുഷ്യത്വ വിരുദ്ധമായതാണെന്ന് പറയും, സ്ത്രീ വിരുദ്ധമായത് സ്ത്രീ വിരുദ്ധമാണെന്ന് പറയും. അസഹിഷ്ണുതയുള്ള പ്രദേശങ്ങൾ, മതത്തിന്റെ അത്തരം കാര്യങ്ങൾ, നിയമങ്ങൾ അത് തുറന്നു കാണിക്കും. അതെന്തിനു വേണ്ടിയാണ് തുറന്നു കാണിക്കുന്നത്? ഇത് എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നോണ്ടാ. ഇത് 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതല്ലേ, അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകൾ ഉണ്ടാവും, നിങ്ങൾ സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളൊരു മുസാഫിന്റെ കോപ്പി നമ്മളെത്തേക്ക് തരുന്നില്ലെങ്കിൽ നമ്മളതങ്ങ് വായിച്ചു നോക്കിയിട്ട് അത് 6-ാം നൂറ്റാണ്ടിലല്ലേ, അത് 7-ാം നൂറ്റാണ്ടിലല്ലേ, ക്ഷമിച്ചു കളയാം എന്ന് നമ്മൾ വെക്കും. അങ്ങനെ അവകാശവാദങ്ങൾക്ക് ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ഏറ്റവും മികച്ചതാണ്, ഇതിനേക്കാൾ മികച്ചതൊന്നില്ല. ഇത് ഉപേക്ഷിക്കുന്നവർ സത്യനിഷേധികളാണ്, ഇത് മാത്രമാണ് സത്യം, ഇതല്ലാത്തതെല്ലാം വഴിപിഴച്ചതാണ് എന്ന് പറയുമ്പോൾ ആ മുതൽ പരിശോധിക്കേണ്ട ഹാരിസ് മദനിയെ, അതിൽ നമ്മൾ അഭിപ്രായം പറയണ്ടേ? അങ്ങനെ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ, അതിലെ നിയമങ്ങളെ, ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതിനെ, ഫിഖ്ഹിനെ, ഇതൊക്കെയാണ് നമ്മൾ വിമർശിക്കുക. അത്രേ ചെയ്യുള്ളൂ. അപ്പം മുസ്ലിം അതല്ലാതെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നവൻ, ഒരു കേസിൽ അകപ്പെടുന്നവൻ, അവന്റെ പേര് മുസ്ലിം ആണെന്നുള്ളത് കൊണ്ട് അതോ കണ്ടോ മുസ്ലിം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ആ പരിപാടി ഇല്ല. അത് ഇന്നും ഇല്ല, ഇന്നലെ ഇല്ല, മിഞ്ഞാന്നും ഇല്ല, നാളെ ഉണ്ടാവില്ല. മതം അനുവദിച്ച, മതം നിർദ്ദേശിച്ച ഒരു കാര്യം മാനവിക വിരുദ്ധമായതോ ജനാധിപത്യ വിരുദ്ധമായതോ നമ്മുടെ ആധുനിക മനുഷ്യർക്ക് ചേരാത്തതോ ആയിട്ടുണ്ടെങ്കിൽ അത് മതം നിർബന്ധിക്കുന്നതായാലും മതം അനുവദിക്കുന്നതായാലും അതിന്റെ പോരായ്മകൾ വിളിച്ചു പറയും. അത്രേ ഉള്ളൂ. മതം അനുവദിക്കാത്ത ഒരു കാര്യം, മതത്തിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യം, ഒരു കുറ്റകൃത്യം ഒരു വിശ്വാസിയായ ആൾ ചെയ്തു, അത് മതത്തിന്റെ കുറ്റമാണ് എന്ന് പറയില്ല, അത് സാമാന്യ ബോധമുള്ളവർ പറയില്ല. പിന്നെ മുസ്ലിം വെറുപ്പുള്ളവർ, എന്തെങ്കിലും കിട്ടിയാൽ മുസ്ലിങ്ങളെ ചീത്ത പറയണമെന്ന് വിചാരിക്കുന്നവർ, എന്തെങ്കിലും ഒരു പേര് കിട്ടിയാൽ അത് യുക്തിവാദി ആയതുകൊണ്ടാണ് എന്ന് പറയുന്ന ചില മൗലിയമാരെ പോലെ ചില ആളുകൾ ഇസ്ലാം മത വിമർശന രംഗത്തുണ്ടാവും. ആ കൂട്ടത്തിൽ നമ്മളെ കൂട്ടണ്ട, പ്രശ്നം തീർന്നല്ലോ. അപ്പൊ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ബോധത്തോടെ പറയുന്നതാണ്. ഞാൻ അതിന് അക്കൗണ്ടബിൾ ആണ്. നിങ്ങൾ എത്ര മറുപടി പറഞ്ഞാലും വിശദീകരണം തരും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും പറഞ്ഞുതരും, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവെങ്കിലും ഉണ്ടാവുകയും അത് എനിക്ക് മനസ്സിലായിട്ടില്ല ലിയാഖത്ത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുവരെ പറഞ്ഞുതരും. അതാണ് നമ്മളെ രീതി. ഓക്കെ. പിന്നെയോ ഈ പീഡനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം മുസ്ലിം സമുദായമാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരാശ്വാസം കിട്ടുകയില്ല. അതുകൊണ്ട് മൂപ്പര് അങ്ങനെ പറഞ്ഞൊപ്പിച്ചുകൊണ്ടാണ് വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ പീഡനങ്ങൾ ഉണ്ടാവാനുള്ള കാരണം മുസ്ലിം സമുദായമാണെന്ന് ഞാൻ പറഞ്ഞോ? ആ വീഡിയോ കേട്ടവർ പറയും, അല്ലെങ്കിൽ വീഡിയോ കേട്ടിട്ട് പറയും. ഇതിൽ ഉത്തരവാദിത്തം, ഇതിൽ പ്രതിസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തവർ എന്നാണോ? ഇത് ചെയ്യിപ്പിച്ചവർ എന്നാണോ? ഇതിന് വഴിമരുന്നിടുന്നവർ, ഇതിനെ പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിരോധിക്കാത്തവർ, ഇതിൽ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് നടപടി സ്വീകരിക്കാത്തവർ, ഉത്തരവാദിത്തമുള്ളവർ. ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായം, ഉമ്മത്ത്, അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് മുതൽ അങ്ങോട്ട് മത നേതൃത്വം വരെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഹാരിസ് മദനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മദ്രസകളിൽ നടക്കുന്ന ഓരോ പീഡനത്തിനും ഉത്തരവാദിത്തമുണ്ട്. എന്താ സംശയം? അതിനിടയിൽ മൂപ്പര് പറയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും പീഡനങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇസ്ലാമിക ആശയം നാമാവശേഷമായി തകർന്നടിഞ്ഞ് ഇല്ലാതായി പോയി എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അവരുടെ തന്നെ വിശ്വാസികളായിട്ടുള്ള കുട്ടികൾ ആ മതം പഠിക്കാൻ വരുന്ന, ആ ധർമ്മം പഠിക്കാൻ വരുന്ന മതപാഠശാലകളിൽ പീഡനത്തിന് ഇരയാക്കുന്നു എന്ന് പറയുന്നതിന് വലിയ വ്യാപ്തിയുണ്ട്. അത് ആ മതത്തിന്റെ അവകാശവാദങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്. ആശയപരമായിട്ട് ആ മതം തകർന്നില്ലാതായി പോകുന്നതാണ്. ഇതിൽ എന്താ മനസ്സിലാവാത്തത് ഹാരിസ് മദനിക്ക്? ഹാരിസ് മദനിക്ക് എന്താ ഇതിൽ മനസ്സിലാവാത്തത്? ഇതിൽ ഇസ്ലാം കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഈ പ്രശ്നം നടക്കുമ്പോൾ ഇസ്ലാമിന്റെ അവകാശവാദങ്ങളുടെ കടക്കിൽ മുസ്ലിങ്ങളുടെ, ഇസ്ലാമിസ്റ്റുകളുടെ, ഹാരിസ് മദനിയുള്ള പോലെയുള്ള ആളുകളുടെ അവകാശവാദങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്. നിങ്ങൾ പറയുന്നതാണ് ഇസ്ലാം എങ്കിൽ ആ ഇസ്ലാമിന്റെ ആശയം പൊളിഞ്ഞ് പാളീസായി പോകുന്നതാണ്. ആർക്കത് മനസ്സിലാവാത്തത്? ഹാരിസ് മദനിക്ക് മനസ്സിലായില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും, മനസ്സിലാവുന്നവരെ പറഞ്ഞുതരും. എന്തുകൊണ്ട് മദ്രസകളിൽ പീഡനം നടക്കുന്നു? ആദ്യം മൂപ്പര് പറഞ്ഞു മതം ഇതിൽ പ്രതിയല്ല എന്ന്. ഇപ്പൊ പറയാണ് അങ്ങനെ പീഡനം നടന്നാൽ മതത്തിന്റെ ആശയങ്ങൾ തകർന്നില്ലാതായി പോകും. ഏതുപോലെ? ഉസ്താദ് അതിനൊരു ഉദാഹരണം പറഞ്ഞുതരും, ഏതുപോലെ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമമുണ്ട്. പ്രത്യേകിച്ച് പോലീസുകാർ നിയമം നടപ്പിലാക്കേണ്ട ആളുകളാണ്. ഈ പോലീസുകാർ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ പോലീസ് സംവിധാനത്തിന്റെ ആശയം തന്നെ തകർന്നടിഞ്ഞില്ലാതായി പോകുമെന്ന് അന്തമുള്ള മനുഷ്യന്മാർ പറയോ? ഒരു കുന്തമില്ലാത്തവരല്ലേ ഈ വിഡ്ഢിത്തരങ്ങൾ പറയുള്ളൂ. ഹാരിസ് മദനിക്ക് കുന്താണോ ഇല്ലാത്തത്, അന്താണോ ഇല്ലാത്തത് എന്ന് എനിക്കറിയില്ല. എന്ത് ഉദാഹരണമാണ് ഹാരിസ് മദനി ഇത്? ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം തന്നെ പെശകാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു കൂട്ടം പോലീസുകാർ, ഇപ്പൊ കേരള പോലീസ് പറയാണ് കേരള പോലീസ് ആക്ട് മാത്രമാണ് മികച്ചത്, അത് മാത്രമാണ് ഏറ്റവും മികച്ചത്, അതിന് മാത്രമാണ് ഇവിടെ ധാർമ്മികത സ്ഥാപിക്കാൻ പറ്റുള്ളൂ, അതിന് മാത്രമാണ് ഇവിടെ ക്രമസമാധാന നിലനിർത്താൻ കഴിയുകയുള്ളൂ. തമിഴ്നാടിന്റെ പോലീസ് ആക്ടും അതേപോലെ തന്നെ നമ്മുടെ മറ്റു ഇതര സംസ്ഥാനങ്ങളുടെ പോലീസ് ആക്ടുകളും പോലീസ് സേനയും കൊണ്ട് ഒരു ഉപകാരമില്ല, അതൊക്കെ വെറും വേസ്റ്റ് ആണ് എന്ന് കേരളത്തിലെ പോലീസുകാർക്ക് ഒരു അവകാശവാദം ഉണ്ട് എന്ന് വിചാരിച്ചോ? നമ്മുടെ നാട്ടിലെ നിയമത്തിന്, അതിനിപ്പോ രാജ്യം സംസ്ഥാനം കൊടുക്കണ്ട, ഏതെങ്കിലും ഒരു സമൂഹം അവരുടെ കയ്യിലുള്ളത് മാത്രമാണ് മികച്ചത് എന്നും അവരുടെ കയ്യിലുള്ളത് എല്ലാത്തിനും പരിഹാരമാണ് എന്നും അവരുടേതല്ലാത്തതെല്ലാം വേസ്റ്റ് ആണ് എന്നും ഉപകാരശൂന്യമാണ് എന്നും
അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമ സംരക്ഷണ സേന അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ക്രമസമാധാന പാലന സേന പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഉറപ്പല്ലേ? അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന് വിരുദ്ധമായത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഹാരിസ് മാനിക്ക് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ എന്താണെന്ന് ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. അതുകൊണ്ട് ആ ഇസ്ലാമിലുള്ള നിയമവും ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുക്കുന്ന നിയമവും ഹാരിസ് മദനിയെ പോലെയുള്ള ആളുകൾ ഇവിടെ വയത് പറഞ്ഞ നിയമവും ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യവും വെച്ചുകൊണ്ട് മുസ്ലിം കുട്ടികൾ നേരിടുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ മതം ഉപേക്ഷിച്ച്, മതത്തിന്റെ നിയമങ്ങൾ ഉപേക്ഷിച്ച്, മതത്തിലുള്ള ആശ്രയം ഉപേക്ഷിച്ച്, മതത്തെക്കുറിച്ച് ഇവർക്കുണ്ടായിരുന്ന അവകാശവാദങ്ങൾ അഴിച്ചു വെച്ച് കാലങ്ങളായിട്ട് എന്നെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൗതികമായ പരിഹാരത്തിൽ ശ്രമിക്കണം എന്ന് ഹാരിസ് മദനിയെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞു. ഇതാണ് വിമർശനം കൊണ്ടുള്ള ഗുണം. ഇപ്പൊ ഹാരിസ് മദനിക്ക് മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? തള്ളി മറിക്കുമ്പോൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കണം, ഹാരിസ് മദനി ഈ വീഡിയോ പൂർണ്ണമായിട്ട് ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ പോലും ഇസ്ലാം കൊണ്ട് ധാർമ്മികത സ്ഥാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. ധാർമ്മികത എന്നുള്ള വാക്ക് പറയാനുള്ള ധൈര്യം ഹാരിസ് മദനിക്ക് എനിക്ക് മറുപടി പറയുന്ന വീഡിയോയിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാ? അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഹാരിസ് മദനിക്ക് മനസ്സിലാവാത്തതിന് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മൂപ്പര് ഇങ്ങനെ പീഡനങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഉത്തരവാദികൾ ആരാണ് അതും പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കാതിരിക്കാനുള്ള സകല കളികളും ഉമ്മത്ത് കളിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ മദ്രസകളിലും പള്ളി ദർസുകളിലും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന പീഡന പരമ്പരയുടെ ഉത്തരവാദി മദ്രസയിലേക്ക്, മതപാഠശാലയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുകയും അവിടത്തേക്ക് വരിസംഖ്യ കൊടുക്കുകയും ഈ മൂല്യമാർക്ക് കൊഴുപ്പ് കൂടാൻ ഇറച്ചിയും പത്തിരിയും വയറു നിറച്ചുണ്ടാക്കി കൊടുക്കുന്ന കുട്ടികളുടെ മാതാക്കൾ കൂടി ഉത്തരവാദികളാണ് എന്ന് പറയുന്നത് കൊണ്ട് ആ അർത്ഥത്തിലാണ് ഞാൻ ഇസ്ലാം മതത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സമുദായമാണ് ഇതിലെ ഒന്നാം പ്രതി എന്ന് ഞാൻ പറയുന്നത്. ഹാരിസ് മാനിക്ക് അതും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ എങ്ങനെയാണ് വക്രീകരിച്ച് മറുപടി പറയാൻ ശ്രമിക്കുന്നത് കണ്ടോളി. അപ്പൊ ലിയാഖത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ പീഡനങ്ങളൊക്കെ നടക്കുന്നതിന്റെ കാരണവും അതിൽ പ്രതിസ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്നതും ഉസ്താദുമാർക്ക് വയറ് നിറച്ച് കോഴിയും പത്തിരിയും ഒക്കെ കൊടുക്കുന്നത് കൊണ്ടാണെന്നാണ്. ആരൊക്കെയോ അങ്ങനെ കമന്റ് എഴുതുന്നു. അത് വായിച്ചിട്ട് മൂപ്പരങ്ങ് തട്ടിയതാണ്. അങ്ങനെ ഇറച്ചിയും പത്തിരിയും തിന്നുന്ന എല്ലാ ഉസ്താദുമാരും ഈ പണിയുമായിട്ട് നടക്കുന്നു എന്നാണ് ലിയാഖത്ത് പറയുന്നത്. 10,000-കണക്കിന് മദ്രസകൾ കേരളത്തിലുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 10,000-കണക്കിന് അധ്യാപകർ ആ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിൽ ഒരു പരിധിവരെ വ്യാജ പരാതികളുമാണ്, അല്ലാത്ത യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. അത് എല്ലാ അധ്യാപകരുടെയും കണക്കെടുത്ത് നോക്കുമ്പോൾ ശരാശരിയിലും താഴെയാണ്. അപ്പൊ ഇറച്ചിയും പത്തിരിയൊന്നും തിന്നാൻ കൊടുത്തത് കൊണ്ടല്ല ഇങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പീഡനങ്ങൾ വർദ്ധിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലിയാഖത്തെ, സ്കൂളുകളിൽ അധ്യാപകർ പീഡിപ്പിക്കുന്നില്ലേ? അവർക്കൊക്കെ ആരെങ്കിലും കൊഴുപ്പ് കൂടിയ ഭക്ഷണം ഇങ്ങനെ ദിവസവും കൊടുത്തത് കൊണ്ടാണോ അവർ ഈ പണി നടത്തുന്നത്? എന്താണ് ലിയാഖത്തെ? പറയുന്നതിനെ കുറിച്ച് ഒരു അല്പമെങ്കിലും ബോധം വേണ്ടേ? ചിന്തിക്കണ്ടേ? നിങ്ങളൊക്കെ സ്വതന്ത്ര ചിന്തകരാണ് എന്നല്ലേ അവകാശപ്പെടുന്നത്? അതെ, ചിന്തിക്കണം, ബോധം വേണം. അതന്നെയാണ് ഹാരിസ് മദനിയോട് പറയാനുള്ളത്. നോക്കൂ, 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് എത്ര ഫാലസികളുടെ കൊടുമുടികൾ കയറിയിറങ്ങി ഹാരിസ് മദനി. എത്ര ഫാലസികൾ! 1, 2, 3 എന്തൊക്കെ പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞത്? ഈ പറയപ്പെടുന്ന പീഡനവീരന്മാരായിട്ടുള്ള ഉസ്താദന്മാർക്ക് വെച്ചു വിളമ്പി കൊടുക്കുന്നവർ, കൊഴുപ്പ് കൂടിയ ഇറച്ചിയും പത്തിരിയും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവർ, അവർക്കും ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നാ പറഞ്ഞ്. അതിനർത്ഥം അവർ ഒന്നാം പ്രതിയാണെന്ന് ഞാൻ പറഞ്ഞു എന്നാക്കി. വീട്ടിലുള്ള അവർ ഉസ്താദുമാർക്ക് ഇറച്ചിയും പത്തിരിയും വാങ്ങി കൊടുക്കുന്നതുകൊണ്ടാണ് ഉസ്താദുമാർ പീഡിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്നാക്കി. മദ്രസകളിലുള്ള ഉസ്താദുമാർ മാത്രമാണ് ഇത്തരം പീഡനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്നാക്കി. എന്തൊക്കെ നുണ! അല്ലെന്റെ മദനി, നിങ്ങൾ ഈ ബിരുദം നേടുന്നതിനിടയിൽ നുണ പറയാനും കോട്ടിമാട്ടാനും പ്രത്യേക ട്രെയിനിങ്ങോ സിലബസോ ഉണ്ടോ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. ഈ AP സിലബസ് പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ ഒക്കെ കഥ ഇതാ. ഞാൻ വെറുതെ അല്ല ഈ മർക്കസിയൻ മറുപടി എന്ന് പേരിട്ടത്. 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് 6 നുണ, 6 കളവുകൾ, തിരിമറികൾ സമ്മതിച്ചു കേട്ടോങ്ങളെ. പിന്നെ മൂപ്പർക്ക് ചില കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ട് കേട്ടോ. അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി പറയാം. എന്താ ഞാൻ പറഞ്ഞത്? കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, നടപടിയെടുക്കാൻ മദ്രസ കമ്മിറ്റികൾക്ക് കഴിയുന്നില്ല, രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. അതിനൊരു തീരുമാനമാകുന്നത് വരെ ഉസ്താദുമാർക്ക് വീട്ടിൽ നിന്ന് ചെലവുണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയില്ല എന്ന് പീഡനത്തിനിരയാവുന്ന കുട്ടികളുടേതുൾപ്പെടെയുള്ള രക്ഷിതാക്കളായിട്ടുള്ള സ്ത്രീകൾ, ഉമ്മമാർ നിലപാടെടുത്താൽ അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. മദ്രസകളിൽ ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന വിവരം കിട്ടിയാൽ, അറിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവുന്നത് വരെ ആ കാര്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടായാൽ അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. അതുവരെ അവരിതിന് പിന്നെ ഉത്തരവാദികളാണ്. പള്ളി കമ്മിറ്റികൾ കൃത്യമായിട്ട് മദ്രസയിൽ ഉസ്താദിനെ നിയമിക്കുമ്പോൾ ആ ഉസ്താദിന്റെ ക്രിമിനൽ പശ്ചാത്തലം, ആ ഉസ്താദിന്റെ പോലീസ് ക്ലിയറൻസ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഭയലേശമന്യേ ഈ കമ്മിറ്റിയെ കാര്യങ്ങൾ ധരിപ്പിക്കാനും അവർക്ക് അതിന് പരിഹാരം തേടാനുള്ള സംവിധാനം, അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനം, അതിന്റെ പ്രവർത്തന രീതി, ഇതൊക്കെ തയ്യാറാക്കി വെച്ചാൽ പള്ളി കമ്മിറ്റിന്റെ ഉത്തരവാദിത്വം തീർന്നു. അല്ലാത്ത കാലത്തോളം അവർ ഉത്തരവാദികളാണ്. മതസംഘടനകൾ, താന്താങ്ങളുടെ അഫിലിയേഷനുള്ള മതപാഠശാലകളിൽ ഇത്തരം പീഡന വീരന്മാരായിട്ടുള്ള ഒരാളും എത്തപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടാവണം. അങ്ങനെ ആർക്കെങ്കിലും ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവൻ അറിയാതെ എത്തിപ്പെട്ടാൽ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാവണം. അതൊക്കെ ചെയ്താൽ മതസംഘടനകളും ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പെൺകുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വനിതാ അധ്യാപകരുണ്ടാവണം.
നിങ്ങൾ പെൺകുട്ടികൾ മൊത്തം മൂടി നടക്കണമെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഉള്ള പെൺകുട്ടികൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാൻ ഈ താടി വെച്ച മല്ലാക്കമാര് അടുത്തടുത്ത് പോയി ഇരുന്ന് മുഖത്തോട് നോക്കി വർത്തമാനം പറയുകയും ചെയ്യും. ഇതെങ്ങനെ ശരിയാവും? അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ക്ലിയർ ആക്കുക എന്നത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ അവരവർക്ക് അവരവരുടേതായിട്ടുള്ള റോളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഹാരിസ് മാനിക്ക് മനസ്സിലാവൂല, മനസ്സിലായാൽ പിന്നെ ഹാരിസ് മദനി ആവൂല. അതാണ് വ്യത്യാസം. അവർ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുത്തിയെന്ന് പറയുന്നിടത്ത് ആ തെറ്റും കുറ്റവും തെളിയിക്കാൻ ആവശ്യമായ നിയമപരമായ മുന്നോട്ട് പോക്കിൽ സഹകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നിരവധി മുസ്ലിം കുട്ടികൾ, പീഡനത്തിനിരയായ കുട്ടികളും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അല്ല ലിയാഖത്തെ, അങ്ങനെ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പൗരബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ എന്താ ചെയ്യേണ്ടത്? വ്യക്തമായ ആ ധാരണയും അതിനുപോൽബലകമായ തെളിവുകളുമടക്കം ആ പീഡനത്തിനിരയായ കുട്ടികളെ സഹായിക്കുകയല്ലേ വേണ്ടത്? ഞാനിങ്ങനെ ഹാരിസ് മദനി പറയുന്നത് പോലെ മുട്ടിന് വിവരക്കേട് എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും ഇത് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ പറയാത്തത്. പക്ഷെ ഇവിടെ അത് പറയാതിരിക്കാൻ പറ്റില്ല. എജ്ജാതി വിവരക്കേട പറയുന്നത്. ഈ തരത്തിൽ കുട്ടികളെ, പീഡനത്തിനിരയാവുന്ന കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും സമ്മർദ്ദത്തിലാക്കുന്ന മതസമൂഹം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ, ഉമ്മത്ത് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ കേട്ടോളൂ കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞുതരും. ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ മുസ്ലിമീങ്ങൾ ആകമാനം ആ കുട്ടിയെ പീഡിപ്പിച്ച ഉസ്താദിനെ സംരക്ഷിക്കുകയാണ്, പുറത്തു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ആ കുട്ടിയും രക്ഷിതാക്കളും പ്രയാസം അനുഭവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതി കൊടുത്തുകൂടെ ലിയാഖത്തെ? അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുപോയി ഒരു കേസ് ഫയൽ ചെയ്തുകൂടെ ലിയാഖത്തെ? വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ. അതുകൊണ്ടല്ലേ പൊന്നാര ഉസ്താദെ പറഞ്ഞത്, നിയമപരമായ നടപടി സ്വീകരിക്കാൻ എന്റെ പരാതി വേണ്ട. അവർക്ക് സ്വന്തമായി പരാതി കൊടുത്താൽ പോലും അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടാകുന്നു, ഭീഷണി ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളടത്ത് ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ പരാതി കൊടുത്താൽ എന്താ ഗുണം? ഹാരിസ് മാൻ, നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഞാനൊരു പരാതി കൊണ്ടേ കൊടുത്താൽ എനിക്കറിയാവുന്ന ആളുകളുണ്ട്, എന്താ സംഭവിക്കുക ഹാരിസ് മാനെ? ഞാൻ വിവരക്കേട് എന്നൊക്കെ പറഞ്ഞപ്പം എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ. നിങ്ങൾ എന്റെ സകല പ്രതീക്ഷയും തെറ്റിച്ചു കളഞ്ഞു. അതേപോലെ തന്നെ ലിയാഖത്ത് പറയുന്നത് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് സമുദായത്തിലെ ഗുണ്ടകൾ സംരക്ഷണമൊരുക്കുന്നു എന്നാണ്. സമൂഹം, മതം, മതസംഘടനകൾ, മദ്രസ കമ്മിറ്റി, പള്ളി കമ്മിറ്റി, ഉമ്മത്ത് എല്ലാവരും കൂടി ഇടപെട്ട് പരാതി കോടതിക്ക് പുറത്ത് ഉസ്താദിന് ശിക്ഷ ലഭിക്കാത്ത തരത്തിൽ, ഉസ്താദ് കുറ്റവിമുക്തനായി പുറത്തു വരുന്നു എന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാവുന്ന തരത്തിൽ ഒതുക്കി തീർക്കുന്ന, ഇവരെ അതിന് നിർബന്ധിക്കുന്ന ഗുണ്ടായിസം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് നിത്യകാഴ്ചയാണ്. അത് കേട്ടപ്പോൾ ഉസ്താദിന് ആകെ ഹാലിളകി. ഞാൻ പറഞ്ഞത് പച്ചയായ പരമാർത്ഥമാണ്. ഏതൊരു പള്ളി മഹലിലും ഏതൊരു മദ്രസ കമ്മിറ്റിക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കീഴിലും ഏതെങ്കിലും ഒരു കുട്ടിക്കോ രക്ഷിതാവിനോ ഉള്ള അനുഭവമാണ്, സാർവത്രികമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് അണിയറ രഹസ്യം, എന്താണ് അടുക്കള രഹസ്യം, അങ്ങാടിപ്പാട്ടാണ്, എല്ലാവർക്കും അറിയാം. എന്താ സംശയം? ഇത് കേട്ടപ്പോൾ ഹാരിസ് മദനിക്ക് സിരകളിൽ രക്തം തിളച്ചു. അദ്ദേഹം ഉടനെ ഒരു വെല്ലുവിളി. എന്താണ് ആ വെല്ലുവിളി? ആ കാഴ്ചയിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, ആ കുട്ടിയെ പീഡിപ്പിച്ച ഉസ്താദിനെ സംരക്ഷിക്കുന്നു, എന്നിട്ട് ആ കുട്ടിയെ പീഡന പരാതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി കാണിച്ച ആ ഗുണ്ടായിസം നിത്യ കാഴ്ചയാണെന്നല്ലേ? ഒരെണ്ണം മതി. ലിയാഖത്തെ ഒന്ന് കാണിക്കാമോ? ഞങ്ങളൊന്ന് കാണട്ടെ. തീർച്ചയായിട്ടും. ഹാരിസ് മാനിക്ക് ഇത്രയും ആഗ്രഹമുള്ള സ്ഥിതിക്ക് നമുക്കത് കാണിക്കാം. നാളെ ആവട്ടെ, നാളെ ഇതേ സമയത്ത് 9:30 നമ്മൾ ആ വിവരം ഹാരിസ് മദനി ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ, അപ്പൊ നമ്മൾ കൊടുക്കണ്ടേ? അതുകൊണ്ട് ഹാരിസ് മദനിക്ക് വിത്തും വേരും വ്യക്തിപരമായിട്ട് വന്നാൽ പേരും അഡ്രസ്സും ഉൾപ്പെടെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാവുന്ന തരത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. പക്ഷെ ആ സംഭവത്തിലെ കുട്ടിയുടെ വിവരങ്ങൾ ഇതൊന്നും പുറത്തു വരുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കായിട്ട് വീഡിയോയിൽ പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പ്രദേശത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ വന്നാൽ നമ്മൾ കൊണ്ടുപോകും. അതിനെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർ, നിസ്കാരത്തഴമ്പുള്ള തലയിക്കെട്ടുള്ള താടി വെച്ച നിസ്കരിക്കുന്ന പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇപ്പോഴും ഇസ്ലാമിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യർ, പാർട്ടി സ്വാധീനവും പള്ളി കമ്മിറ്റിയോടുള്ള അടുപ്പവും കൊണ്ട് മതനേതൃത്വവും പള്ളി കമ്മിറ്റിയും സമ്മർദ്ദത്തിലാക്കിയിട്ട് ആ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്നതിന്റെ, കുട്ടിയും കുടുംബവും നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ട തരാം. വ്യക്തിപരമായിട്ട് വന്നാൽ ഒരു 9 എണ്ണം തരാം. നിങ്ങൾ റെഡിയാണെങ്കിൽ, നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പൂർണ്ണ പിന്തുണയുമായിട്ട് ഞാനും ഉണ്ടാവും. ആത്മാർത്ഥമായിട്ടായിരിക്കണം, ആളെ കളിയാക്കാനാവരുത്. അതുകൊണ്ട് ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നാളെ തരാം. ഹാരിസ് മാനി തയ്യാറായിട്ടിരുന്നോളൂ. നാളെ രാത്രി 9:30 ചോദിച്ചു വരുമ്പോൾ കൊടുത്താ ശീലം. അതുകൊണ്ടാണ്. പിന്നെ ചില സംഭവങ്ങൾ പുറത്തു പറയാതെ, അത് ചിലപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർ തന്നെ ആ കുട്ടിയുടെ ഭാവി ഓർത്ത്, ആ കുട്ടിയുടെ അഭിമാനമോർത്ത് ഈ ഉസ്താദിനെ 4 കൊടുത്ത് പറഞ്ഞു വിട്ടാൽ മതി, കേസൊന്നും ആക്കണ്ട എന്ന് പറഞ്ഞു പോകുന്ന സന്ദർഭം വരെയുണ്ട്. ഇയാൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്ന സിനിമ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരും. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ, മദ്രസയിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ, കുട്ടിയും ഉസ്താദുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവുമ്പോൾ വീട്ടുകാർ പറയാണോ പോലും എന്ത്, നാട്ടുകാർ അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന്. അപ്പൊ പള്ളി കമ്മിറ്റി എന്ത് ചെയ്യും, മദ്രസ കമ്മിറ്റി എന്ത് ചെയ്യും? ആ ശരിയാണ്, നാണക്കേടാണ്, മുണ്ടണ്ട എന്ന് പറയുമോ? ഇതന്നെയല്ല എന്റെ പൊന്നാര മദനെ ഞാൻ പറഞ്ഞത്, ഇത് നിത്യ കാഴ്ചയാണെന്ന്.
നിങ്ങൾ അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരും. എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉസ്താദ് പറഞ്ഞുതരും. കാരണം എന്താണ്, അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാൽ ഒരു കുട്ടി അവരുടെ അഭിമാനം തകർന്നുപോയി എന്ന് ചിന്തിക്കുന്ന കുറെ രക്ഷിതാക്കളുണ്ട്. സത്യത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ഇത്തരത്തിൽ ചെറിയ പഠിക്കാൻ വരുന്ന കുട്ടികളോട് തോന്നിയവാസങ്ങളും വൃത്തികേടും കാണിക്കുന്ന ആരാണോ അവരെ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കണമെന്ന വാദവും അഭിപ്രായവും തന്നെയാണ് എനിക്കുള്ളത്. ഹാരിസ് മദനിക്ക് ഈ വീഡിയോയിലുള്ളത് എത്ര പറഞ്ഞാൽ മതി. അതെന്തുകൊണ്ടാ ഈ വീഡിയോ എനിക്ക് മറുപടി പറയാണ്. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഹാരിസ് മദനിക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ടോ? എത്ര കാലമായി നിങ്ങൾക്ക് ഉണ്ടായിട്ട്? ഹാരിസ് മദനിയുടെ മാത്രം അഭിപ്രായമാണോ, അതോ മൊത്തം മുസ്ലിം പണ്ഡിത സഭയുടെ അഭിപ്രായമാണോ, മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മതസംഘടനകളുടെ അഭിപ്രായമാണോ? ആണോ? പറയൂ. ആണെങ്കിൽ നിങ്ങൾ ഇടപെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടും ഇങ്ങനെ ഭയം പറഞ്ഞിട്ടും അവരെ പിന്തുണച്ച് കേസ് നടത്തി പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത എത്ര കേസ് നിങ്ങളുടെ കയ്യിലുണ്ട്? നിങ്ങൾ പറയും. അഭിപ്രായം എല്ലാവർക്കും പറയാലോ. അതുകൊണ്ട് ഇത്തരത്തിൽ അവരെ ആരെയും സംരക്ഷിക്കേണ്ടതില്ല. പക്ഷേ ചില ആളുകൾ അങ്ങനെ ചെയ്യലുണ്ട്. അത് അവരുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും അവരുടെ അഭിമാനത്തെക്കുറിച്ചും ഒക്കെ ഓർത്തിട്ടാണ്. ഇതൊക്കെ നാട്ടിൽ പല രീതിയിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതന്നെയാണ് എന്റെ മദനിയെ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ പല രീതിയിൽ ഈ ചിന്തയുണ്ടല്ലോ, എന്ത് കുട്ടിയുടെ ഭാവി, കുട്ടിയുടെ അഭിമാനം, വീട്ടുകാരുടെ മാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സ്വയം തോന്നുന്നതല്ലാതെ പള്ളി കമ്മിറ്റി ഇടപെട്ടിട്ട് നമ്മളെ മദ്രസന്റെ ഭാവി, നമ്മളെ മദ്രസന്റെ സൽപ്പേര്, നമ്മളെ ദീനിന്റെ ഇസ്സത്ത്, ഒരു മുസ്ലിമായ ആളുടെ തെറ്റുകൾ മറച്ചു വെക്കേണ്ടുന്ന മുസ്ലിമായ മറ്റൊരു മനുഷ്യന്റെ ബാധ്യത തുടങ്ങിയിട്ടുള്ള മതപരവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തി ഈ ആളുകളെ, രക്ഷിതാക്കളെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കാൻ, ഇതേ വൈകാരിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് അതിനവരെ പ്രേരിപ്പിച്ച് വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തി ഒറ്റപ്പെടുത്തി എല്ലാം ചെയ്യുന്ന പള്ളി കമ്മിറ്റിയും മദ്രസ കമ്മിറ്റികളും ഉമ്മത്തിന്റെ മതസംഘടനയുടെ ഗുണ്ടായുസവും നടക്കുന്നുണ്ട്. ഇതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ പലതും പലയിടത്തും നടക്കുന്നുണ്ടാവും. അത് കുട്ടികളുടെ വീട്ടുകാർ കുട്ടികളുടെ ഭാവി ഓർത്ത് ചെയ്യുന്നതാണോലോ ഹെജാദി ന്യായം. ലിയാഖത്തിന് അതൊന്നും അല്ല പ്രശ്നം. ഒരു പ്രശ്നത്തെ, ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് ആ പ്രശ്നക്കാരായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് പേടിപ്പിച്ചിട്ടല്ല. ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ പോക്സോ കേസ് പറഞ്ഞാൽ പേടിപ്പിക്കലല്ല. നിങ്ങൾ എന്ത് ബോധവൽക്കരണത്തെ കുറിച്ച് പറയുന്നത്? എന്താണ് ബോധവൽക്കരണം എന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. എന്നോട് ചോദിക്കാം, എന്ത് ബോധവൽക്കരണമാണിത്? ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ കിട്ടും എന്ന് പറയുന്നത് ബോധവൽക്കരണം അല്ലേ? ആ എമുക്കളുടെ വിഷയത്തിൽ ഇപ്പൊ അതൊന്നും ബോധവൽക്കരണം അല്ലാതായിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മള് ടൂ വീലർ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് വെക്കണം. ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ മരിക്കും, അപകടമുണ്ടാകും, അതുപോലെ ഫൈൻ അടക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്താണ്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തലും താക്കീതും അതും ബോധവൽക്കരണമാണ്. ഇതൊക്കെ ആരോടാണ് പറയാ? എന്നാ പിന്നെ ഭീഷണിക്കും മുന്നറിയിപ്പിനും എല്ലാത്തിനും കൂടി ബോധവൽക്കരണം ഒറ്റ പേരിട്ടാ പോരെ. ഭീഷണിയാണോ ബോധവൽക്കരണം? ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും എന്ന് പറയുന്നതിനാണോ ബോധവൽക്കരണം എന്ന് പറയാ? എവിടുന്നാണ് വരുന്നത്? ബോധവൽക്കരണം പോയിട്ട് ഇച്ചിരി ബോധെങ്കിലും വേണ്ടേ? എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഹാരിസ് മദനി. നിങ്ങൾക്ക് ആവശ്യത്തിനധികം വിവരക്കേട് സമ്പാദിക്കാം, അതിനൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ അത് പബ്ലിക്കിൽ വന്ന് വിളമ്പുമ്പോൾ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട കുട്ടികൾ മാത്രം, തക്ബീർ വിളിക്കാൻ പഠിച്ച കുട്ടികൾ മാത്രം കേൾക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. അതാണോ ബോധവൽക്കരണം? സീറ്റ് ബെൽറ്റ് ധരിക്കണം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം, അതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് റോട്ടിൽ ഇറങ്ങുന്നു, ബൈക്ക് തടഞ്ഞു നിർത്തിയിട്ട് പറയും, ഇവിടെ നോക്ക് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ 500 റുപ്യ പിഴ, അല്ലെങ്കിൽ അത്. ഇതാണ് ബോധവൽക്കരണം? അതോ ഹെൽമെറ്റ് വെക്കേണ്ടത് എന്തിനാണ്, എന്താണ് ഹെൽമെറ്റ്, അതാണ് അതിന്റെ ഗുണം, അത് വെച്ചാൽ അയാൾക്കുള്ള ഗുണം എന്താണ്, സമൂഹത്തിനുള്ള ഗുണം എന്താണ്, മറ്റുള്ളവർക്കുള്ള ഗുണം എന്താണ്, അത് വെച്ചിട്ടുണ്ടായില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, ഇത് പറഞ്ഞു കൊടുക്കുക. ഇതിനാണ് ബോധവൽക്കരണം എന്ന് പറയാം. മറ്റത് മുന്നറിയിപ്പാണ്, പിഴ അടക്കേണ്ടി വരും എന്ന് പറയുന്നത്. CCTV ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ബോധവൽക്കരണമല്ല, മുന്നറിയിപ്പാണ്. അതായത് ബോധവൽക്കരണം കൊണ്ടും ഫലം കാണില്ല എന്ന് തോന്നുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ്. പിന്നെ അതാ പറയാം, ബോധവൽക്കരണമല്ല. ആരോട് പറയാം? എന്റെ മനസ്സമാധാനത്തിന് പറയാം. ഹാരിസ് മദനിക്കിനോട് വേറെ ഒന്നും തോന്നണ്ട കേട്ടോ. അതാണ് ബോധവൽക്കരണം. ഇദ്ദേഹം ഇത് പറയുന്നത് എപ്പോഴാ? റേഞ്ചിന് ആളുകളെ വിളിക്കണം. ഏത് ഉസ്താദുമാരെ മൊത്തം റേഞ്ച് മീറ്റിങ്ങുകൾ വിളിച്ചിട്ട് അവരോട് പറയാം, ബോധവൽക്കരണം നടത്തുക. മദ്രസകളിൽ കുട്ടികളെ പീഡിപ്പിക്കപ്പെടാതിരിക്കാനുള്ള ബോധവൽക്കരണം. എന്താണ്? അങ്ങനെ നിങ്ങൾ തൊടുക പിടിക്കേ കുട്ടികളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ നാട്ടിൽ പോക്സോ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. വലിയ പുലിവാലാണ്, ജാമ്യം കിട്ടൂല, ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്ന് ഉസ്താദുമാരെ ബോധവൽക്കരണം ചെയ്യുക. അതാണ് ബോധവൽക്കരണം. ആണെങ്കിൽ നിങ്ങൾ ചെയ്തോട്, നമുക്കെന്താ പ്രശ്നം? നിങ്ങളെ റേഞ്ച്, നിങ്ങളെ ഉസ്താദുമാരെ, നിങ്ങളെ കുട്ടികൾ, നിങ്ങളെ ബോധം നിങ്ങൾ വൽക്കരിക്കേ എന്തെങ്കിലും ചെയ്യും. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞാണ്, നിങ്ങൾ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നിങ്ങൾ ക്ഷമിച്ചാളി. എന്നിട്ട് പിന്നെ മൂപ്പരുടെ പ്രശ്നം ഞാൻ പറഞ്ഞു, പള്ളി മദ്രസ കമ്മിറ്റിക്കാര് മദ്രസകളിൽ CCTV ക്യാമറ വെക്കണമെന്ന് മൂപ്പരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കൈയടിച്ച് പാസ്സാക്കണം. നമ്മൾ ഹാരിസ് മദനിനെ നമ്മൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യണം. എല്ലാ മദ്രസകളിലും കുട്ടികളും ഉസ്താദുമാരും ഇടപെടാൻ സാധ്യതയുള്ള സകലയിടത്തും CCTV ക്യാമറകൾ വെക്കണം, നിർബന്ധമായിട്ട് വെക്കണം. പള്ളി ദർസുകളുടെ തട്ടുമ്പുറത്തും വെക്കണം. എന്താ പറ്റൂലേ? പറ്റും, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, എല്ലായിടത്തും വെക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് പറയുമ്പോ പള്ളി ദർസിന്റെ തട്ടുപുറത്തും വെക്കണം എന്ന് പറയുമ്പോഴും വലിയ പള്ളിന്റെ മച്ചിന്റെ മുകളിൽ വെക്കണം എന്ന് പറയുമ്പോഴും ഹാരിസ് മദനിയുടെ മുഖത്തെ ശൃംഗാരഭാവം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വലിയ പള്ളിന്റെ മച്ചിന്റെ മുകളിൽ CCTV വെക്കണം. ഹാരിസ് മദനിയെ പറഞ്ഞു കൊടുക്കണം. നിങ്ങള് പറയാനേ CCTV വെക്കണം, ഒരു പ്രശ്നമില്ല, എല്ലായിടത്തും CCTV വെക്കണം. ഈ നേരത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കഥയുണ്ട്, ഒരു കഥ. ഇതൊരു കഥയായിട്ട് എടുത്താൽ മതി, ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ട.
ഇത് എത്രത്തോളം ഇതാണെന്നൊന്നും അറിയില്ല, എന്തോ പോട്ടെ. പറയാന്ന് പറഞ്ഞു പോയില്ലേ, പിന്നെ ഉസ്താദ് ഈ പറയുമ്പോൾ അവിടത്തേക്ക് ആപ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് പറയാതെ വേറെ തരമൊന്നുമില്ല. മലബാർ പ്രദേശങ്ങളിൽ പള്ളി ദർസുകളിൽ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം പറഞ്ഞിരുന്നതായിട്ട് പുറത്ത് പ്രചരിച്ചിരുന്ന ഒരു കഥ. മുക്രി വന്നിട്ട് സുബഹിക്ക് ബാങ്ക് കൊടുക്കും. അപ്പൊ സുബഹി ബാങ്കിൽ ഒരു പ്രത്യേക സാധനമുണ്ട്, മീൻസ് ഒരു പ്രത്യേക വചനമുണ്ട് സുബഹിക്ക് മാത്രമുള്ളത്. എന്താണ്? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് 2 വട്ടം പറയും. എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിസ്കാരം ഉറക്കത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്നാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ പറയത്രേ, അതിന് ഞങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയത്? ഇതൊരു കഥയാണ്, ഇതങ്ങനെ പ്രചരിച്ചിരുന്ന നാട്ടിൽ അങ്ങനെ കുറെ കഥകളുണ്ടല്ലോ, അതുപോലത്തെ ഒരു കഥയാണ്. ഇഷ്ടപ്പെടാത്തവർ ക്ഷമിച്ചാളി, ഞാൻ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞു വന്നത് CCTV വെക്കണം എന്ന് ഞാൻ പറയുന്നത് ഭൗതികമായ പരിഹാരങ്ങൾ ഇതിന് തേടണം എന്ന് ഹാരിസ് മദനി പറഞ്ഞതൊക്കെ മതപരമായ മൂല്യങ്ങൾ പറഞ്ഞു പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ബോധവൽക്കരണമായാലും ഭീഷണിപ്പെടുത്തലായാലും മതം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതുപോലെ നരകം പറഞ്ഞിട്ട് പേടിക്കാത്തവർ, അള്ളാനെ പറഞ്ഞിട്ട് പേടിക്കാത്തവർ പോക്സോ കേസ് പറഞ്ഞ് പേടിക്കും എന്ന പ്രതീക്ഷ, CCTVയെ കണ്ട് ഭയപ്പെടും എന്ന പ്രതീക്ഷ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അള്ളാനെ പേടിച്ചിട്ട് കുട്ടികളെ പീഡിപ്പിക്കൂല എന്ന് ഹാരിസ് മദനിക്ക് ഉറപ്പില്ല, പക്ഷെ CCTVയിൽ കുടുങ്ങും എന്നത് ഹാരിസ് മദനിക്ക്, അങ്ങനെ ഒരു ഭയം മൗലവിമാർക്ക് ഉണ്ടാവും എന്നത് ഹാരിസ് മദനിക്ക് പ്രതീക്ഷ നൽകുന്നു. നരകത്തിലിട്ട് പൊരിക്കും, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ തലവെട്ടിക്കളയും എന്ന നിയമത്തെ പേടിയില്ല, പോക്സോ കേസിൽ കുടുങ്ങും, അറസ്റ്റിലാകും എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ പേടിക്കും എന്ന് ഹാരിസ് മദനി പ്രതീക്ഷിക്കുന്നു. ഹാരിസ് മദനി മതം ഉപേക്ഷിച്ച് കഴിഞ്ഞു ഈ വിഷയത്തിൽ എന്നതിന് ഇതിലും വലിയ എന്ത് തെളിവ്? അള്ളാനെ പേടിയില്ലെങ്കിലും CCTV പേടിയുണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല ലിയാക്കത്തെ, ചില ആളുകൾ ഉസ്താദുമാരോട് എന്തെങ്കിലുമൊക്കെ ശത്രുതയുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി വ്യാജ പരാതികൾ കൊടുക്കും. അപ്പൊ തെളിവ് കാണിക്കാൻ, ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്ന് തെളിവ് കാണിക്കാനും കൂടി CCTV ഉപകരിക്കും. മനസ്സിലായോ? കുറ്റം ഏതെങ്കിലും ഉസ്താദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാനും CCTV ഉപകരിക്കും. ആ ഉസ്താദ് നിരപരാധിയാണെന്ന് തെളിയിക്കാനും, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാനും CCTV വെക്കണമുണ്ട് ഉപകാരം ഉണ്ടാവും. അപ്പൊ 2 ഉപകാരമുണ്ട്. അതുകൊണ്ട് കർശനായിട്ട് പറയാം. നോക്കൂ, ഒരു നല്ല കാര്യം ഉസ്താദ് പറഞ്ഞപ്പോൾ നമ്മൾ പിന്തുണച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അതിൽ അദ്ദേഹം മലക്കം പറയാണ്. CCTV വെക്കുന്നത് ഉസ്താദുമാരെ പീഡിപ്പിച്ചിട്ടില്ല എന്ന നിരപരാധിത്വം തെളിയിക്കാനും വേണ്ടിയാണല്ലോ, അതിനും കൂടി വേണ്ടിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ ഞാൻ പറയാണ്, CCTV വെക്കുന്നത് ഉസ്താദുമാർക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ, കുറച്ചുകൂടി സെക്യൂരിറ്റിയിൽ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം പള്ളി കമ്മിറ്റിയും സദർ ഉസ്താദും കൂടി ചേർന്നിട്ടല്ലേ CCTV വെക്കുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ കോണിലേക്കും ഏതൊക്കെ മുക്കിലേക്കാണ് ചെല്ലുന്നത് എന്ന് ഓൽക്കറിയില്ലേ? അപ്പൊ അതുകൊണ്ട് തെളിവുണ്ടാവൂല, തെളിവുണ്ടെങ്കിൽ CCTVയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തെളിവില്ലാത്ത രീതിയിൽ ഇത്തരം ആക്ടിവിറ്റി തുടരാൻ വേണ്ടിയിട്ടാണ് ഈ CCTV നിർദ്ദേശം നിങ്ങൾ വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ നിങ്ങൾ പെട്ടുപോകില്ലേ? അതുകൊണ്ട് അതൊക്കെ വിട്ടാളി. നിങ്ങൾ നിർദ്ദേശിച്ചത് അത്രയും ഭൗതികമായ പരിഹാരമാണ്. നിങ്ങൾ ഈ വീഡിയോയിലോ മറുപടിയിലോ ധാർമ്മികത എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്ലാമിന്റെ മൂല്യം എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മിക മൂല്യം എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്ലാം കൊണ്ട് സാധ്യമാകുന്ന ധാർമ്മിക വിപ്ലവം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നത് കൗൺസിലിംഗ്, ബോധവൽക്കരണം, CCTV, പോക്സോ കേസ്, കോടതി, ജയില് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയത്തിൽ മതം വിട്ടു എന്ന് ഞാൻ പറയുന്നത്. മതത്തെ നിങ്ങൾ ഈ വിഷയത്തിൽ കൈവിടുന്നു. അള്ളാനെ വിട്ടു, CCTVയിൽ പിടിക്കുന്നു. നരകത്തെ വിട്ടു, നിങ്ങൾ പോക്സോ കേസിൽ അഭയം പ്രാപിക്കുന്നു. ഇത്രേ പറഞ്ഞോളൂ. ആ പറഞ്ഞത് അതുപോലെ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മറുപടി അവിടെയുണ്ട്, ഞാനിപ്പോൾ ഈ പറഞ്ഞ മറുപടിയും അവിടെയുണ്ട്. ഇതൊക്കെ കേട്ട് സമയമുള്ളവർ സമയം പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തോളും. നമുക്കൊരു ബേജാറുമില്ല, അർജന്റും ഇല്ല. പിന്നെ നിങ്ങൾ ചോദിച്ച തെളിവ്, ആ തെളിവായിട്ട് നമുക്ക് നാളെ വൈകുന്നേരത്ത് ഇതേ സമയത്ത് വീണ്ടും